മഴയൊക്കെ പറന്ന് കിടക്കണം അറിയാമോ? അതുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയ വേറൊരു കേസുണ്ട്. നമ്മളെ കളിയാക്കിയ ആൾക്കാരില്ലേ, കൊറോണ സമയത്ത് നമ്മളെ അനുകരിച്ചത് അതിങ്ങനെ നല്ല പ്ലം കേക്ക് ആരെങ്കിലും വരുന്നതിന് മുന്നേ ഒന്ന് തോണ്ടിക്കളയല്ലേ. തൊട്ട് പോവല്. എടാ, അവരിപ്പോ അത് വെട്ടി വെച്ചല്ലേ ഉള്ളൂ. അവരാദ്യം തിന്നട്ട്, പിന്നെ നിനക്ക് പോലെ പൊടി വല്ലതും ഉണ്ടെങ്കിൽ ബാക്കി തിന്ന. ഇവിടുത്തെ വീട്ടുകാരല്ലേ പൊടി പോയിട്ട് മൂക്കുപൊടി പോലും കിട്ടൂല. പിന്നെ നിനക്ക് എന്താ ഇത്ര ജാട? കുറച്ചു ദിവസമായിട്ട് ഞാൻ നോക്കണല്ലോ. ജാടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആവാൻ പോയില്ലേ. ബ്രാൻഡ് അംബാസിഡറാ? ഓ, എന്തിന്റെ? ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാരുടെ. അതെങ്ങനെ മനസ്സിലായില്ല? കേട്ടിട്ടില്ലേ? ഇല്ല. ഏലക്കും പോവൂല, കൂലിക്കും പോവൂല, ചുമ്മാ ഈച്ചടിച്ചിരിക്കല്ലേ അവരുടെ ബ്രാൻഡ് അംബാസിഡർ. ഓ, അങ്ങനെ. അല്ലടാ, നിന്റെ അനിയ എങ്ങോട്ട് പോയി? അയ്യോ, അവനെ പല്ലി പിടിച്ച്. പല്ലി പിടിച്ചാ? എന്നിട്ട് പേടിക്കണ്ട, രക്ഷപ്പെട്ട്. എങ്ങനെ രക്ഷപ്പെട്ട്? പല്ലിയുടെ വാക്യത്തിന്റെ അനി ഇരുന്നപ്പോഴേ ഒരു സത്യം പറഞ്ഞു. ആ സമയത്ത് പല്ലി ആ ഗ്യാപ്പിൽ രക്ഷപ്പെട്ട്. അയ്യോ, അപ്പൊ പല്ലിയുടെ വാക്യത്ത് പോയാ സത്യം പറഞ്ഞ അങ്ങനെ ആക്കിയപ്പോ രക്ഷപ്പെടുവല്ലേ? ഓ, അപ്പൊ അത് കൊള്ളാം കേട്ടാ. പിന്നെ പറ, നീങ്ങോട്ട് വാ. എന്ത്? ഞാനൊരു കാര്യം പറയാം. ഞാൻ അതുവഴി പറന്ന് വന്നപ്പോഴേ നമ്മുടെ കുട്ടിയകലും എലീനയും കൂടെ ഭയങ്കര കുശുകുശുപ്പു പറയണതാണ്. സ്ഥിരമാണ്, പറഞ്ഞു. ഇരുന്നിട്ടേ ഞാൻ അതുവഴി പോയപ്പോ ഇവര് പറയില്ലേ, എലീനെ ഞാനും നീയും പറയുന്നത് ഒരു ഈച്ച പോലും അറിയരുത്. എന്നിട്ട് നിനക്ക് പറഞ്ഞത് വല്ലത് മനസ്സിലായ? അവൻ പറഞ്ഞത് അവന് തന്നെ മനസ്സിലാവൂലേ. പിന്നെ ശരിയാണ്. അല്ല, നിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ്? അയ്യോ, എന്റെ പുറകെ ഉണ്ടായിരുന്നു. എന്റെ മണം പിടിച്ചോണ്ട് വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നേട്ടാ. വഴി തെറ്റിപ്പോയെന്നല്ലേ പറയേണ്ടത്? അത് മനുഷ്യർക്ക്, നമുക്ക് വഴി തെറ്റിപ്പോണത്. ആന്റപ്പൻ ചേട്ടാ, ആന്റപ്പൻ ചേട്ടാ. എന്തോ എടേ ദോ വരണ്ട് പഞ്ചസാരയും പൊക്കി പിടിച്ചോണ്ട്. Highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. നീയല്ലേ പറഞ്ഞ ഞാൻ ഒരു ജോലിക്കും കൂലിക്കും പോകണമെന്ന്. കുടുംബത്തിന് ഒരാഴ്ച തിന്നാനുള്ള പഞ്ചസാരയുണ്ട്, കൊണ്ടുപോയി തിന്നി. ഇനി നീ ഞായറാഴ്ച ഉറുമ്പ് കൂട്ടത്തിൽ പോയി ഞാൻ കുടുംബത്തിന് ചെലവ് വരുന്നെല്ലാം പറയുന്നു. നിങ്ങൾക്ക് എന്താണ് ഒരു കറക്കം, ഒരാട്ടം? അത് ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ആട്ടമൊക്കെ വേണം. അതല്ല, എന്തോ ഉണ്ട്. സത്യം പറ, നിങ്ങൾക്ക് എന്തോ നാട്ടം? എനിക്കൊരാട്ടമില്ല. നിങ്ങൾ കുടിച്ചില്ലേ? പിന്നെ ഞാനും പച്ച വീട്ടിലും ഉറുമ്പും എല്ലാം കൂടെ ചേർന്നിട്ട് വൈറ്റിലെ ബ്യൂറോയിൽ പോയി ക്യൂ നിന്നൊരു സാധനം എടുത്ത് അടിച്ച് പോരാ. സത്യം പറ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നോക്ക് നോക്ക്, ഇത് ചേട്ടാ. ഓ, വീഞ്ഞടിച്ചു വീഞ്ഞു കുടിച്ചവൻ. സത്യം പറ. അതെ സംഭവം. ഞാൻ ഈ ടേബിളിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഇതുകൊണ്ട് ആയിരിക്കണ വീഞ്ഞൂപ്പില്ലേ, അതിൽ നിന്ന് ഒരാൾ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഒരു തുള്ളി ടേബിളിൽ വീണപ്പോ ഞാനൊന്ന് രുചിച്ചു നോക്കിയപ്പോ കൊള്ളാടി, നല്ല രുചി. ഞാൻ ആ തുള്ളിക്കകത്ത് കിടന്നങ്ങ് ആറാടി. ഞാനൊരു വീരനുറുമ്പ, നാട്ടാർ വിളിക്കും കുറുമ്പ. ഞാനൊരു വീരനുറുമ്പ, നാട്ടാർ വിളിക്കും കുറുമ്പ. വീടൊരു പാടവരമ്പ, എന്റെ കയ്യിൽ മുഴുവൻ കുറുമ്പ. വീടൊരു പാടവരമ്പ, എന്റെ കയ്യിൽ മുഴുവൻ കുറുമ്പ. ഞാനൊരു വീരൻ. നിങ്ങൾക്കല്ലെങ്കിലേ ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. കേക്കിന്റെ മേളിലൊരു ചെറി. കേക്കിന്റെ മേളിൽ ചെറിയല്ലാതെ പിന്നെ അയ്യോ, നീ ചെറിയല്ലേ കൂടുതൽ. ഉച്ച മുതൽ പാദം വരെ ഷുഗറും പിടിച്ചിരിക്കുകയാണ്. ഷുഗർ ഉണ്ടാന്ന ആര് കാരണം? എവളെ കുടുംബക്കാരൻ കാരണം. കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ നോക്കുമ്പോ ഒരു 7-7:30 മണിയായപ്പോ ഒരു നിലവിളി, ഓടിവായോ ഇവിടത്തെ ചേച്ചി അടുക്കളയിൽ പഞ്ചാരപാത്രത്തിന്റെ അടപ്പടച്ചില്ലെന്ന്. ഒന്നും നോക്കില്ല, ഉറങ്ങിയ പാതി ഉറങ്ങാത്ത പാതി ഞാൻ ഇവരെ പുറകെ മണപ്പിച്ചു പോയി. എന്നാ നേരെ പോവെങ്കിൽ എന്ത് ഇങ്ങനെ പോകുള്ളൂ. അങ്ങനെ പോണത് എന്തെങ്കിലും ഒരു സാധനത്തിൽ കണ്ട അതിന്റെ മണ്ടേ കൂടെ കയറി പോകില്ല, സൈഡ് കൊടുത്ത് ഇങ്ങനെ പോകുള്ളൂ. പോയി അലമാരെ കൂടെ ഒക്കെ വലിഞ്ഞു കയറി പാത്രത്തിന്റെ അടപ്പൊക്കെ തുറന്ന് അതിനകത്ത് ഇറങ്ങിയപ്പം അടുത്ത നിലവിളി, ഓടി വരണേ ചേച്ചി പഞ്ചാരപാത്രം അടയ്ക്കാൻ വരണേന്ന്. എവളുമാരെല്ലാം രക്ഷപ്പെട്ടു. ഞാൻ പഞ്ചാരയിൽ മയങ്ങി കിടക്കുവായിരുന്നു. ചേച്ചി വന്ന് പാത്രം അടച്ചു.
ഒരാഴ്ചയാണ് അതിനകത്ത് മരണക്കിണറിൽ കിടന്ന് കറങ്ങണം. വിശക്കുമ്പോ പഞ്ചാര വാരി തിന്നും. മനുഷ്യനെന്തെങ്കിലും കഴിക്കട്ടെ. ഇങ്ങനെ പഞ്ചാര വാരി തിന്നാ എനിക്ക് പിന്നെ ഷുഗർ അല്ലാണ്ട് പിന്നെ വേറെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അല്ല വേറെ കേസുണ്ട്. ഇവൻ കയറി പഞ്ചസാര പാട്ടയില്ലേ, ഞാൻ നോക്കിയപ്പം മലം നടിച്ച് കിടക്കണം. അത് വേറൊന്നുമല്ല, ഷുഗർ കുറഞ്ഞത്. ഷുഗർ കുറഞ്ഞ ഷുഗർ കുറഞ്ഞാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കണത്. അതിപ്പോ നാളെ ചേച്ചി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ച് നിറയ്ക്കുമ്പോ ശരിയായി. കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ ഉറുമ്പുകളെല്ലാം കൂടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരം നടത്താൻ പോവുകയാണ്. എന്തിന്? ഈ പഞ്ചസാരയുടെ ഉപ്പിന്റെയും കളർ മാറ്റം. രണ്ട് കളറാക്കണം. ഭയങ്കര കൺഫ്യൂഷൻ എന്നേ. സത്യമാണ്. പഞ്ചസാര പൊടിച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേതാ പഞ്ചസാര എന്ന് അറിയാൻ പറ്റും. കഷ്ടപ്പെട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് ചമ്മി പോണത്. ഭയങ്കര പ്രശ്നമല്ലേ? വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് സമരം ചെയ്തോ. എന്റെ ചേട്ടനുണ്ട്, കാര്യങ്ങളൊക്കെ മണിയടിച്ച് നേടിത്തരും. അതെങ്ങ അതെന്ത്? എന്റെ ചേട്ടനുണ്ടെന്ന് കാര്യങ്ങളൊക്കെ മണിയടിച്ച് മണിയെ നേടിത്തരുമെന്ന്. അതാരേ? മണിയെ നീച്ച വന്നാടാ. നീ കോമഡി മാസ്റ്റേഴ്സിന്റെ ഗ്രൂമിംഗ് നടക്കുന്നതിന്റെ അതുവഴി അങ്ങനെ പറഞ്ഞായിരുന്നാ? ഓ, രതീഷ് കലർ റൂമിന്റെ സൈഡിൽ കൂടെ പോയി. ഇല്ല, അങ്ങേരുടെ തെറിഞ്ഞ കോമഡിയും കൊണ്ട് വന്നേക്കണല്ലേ. കഷ്ടം തന്നെ. നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. അടുത്ത ആഴ്ച ഞാൻ ഇവിടെ കാണൂല. എവിടെ പോണു? ഞങ്ങളുടെ സിനിമ റീ റിലീസ് ചെയ്യാൻ പോവാണ്. സിനിമ വീണ്ടും റീ റിലീസ് ചെയ്യുന്നു. നീ അങ്ങനെ കൂടുതൽ ഷൈൻ ചെയ്യണ്ട. ഞങ്ങൾക്ക് സിനിമയുണ്ട്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല. അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ വീണ്ടും റീ റിലീസ് ചെയ്യുന്നു, ഹിറ്റ് അടിക്കുന്നു, വീണ്ടും ഹിറ്റ് അടിച്ച് കേറുന്നു. ആരോ ഹിറ്റ് അടിക്കുന്നു. എടാ പാറ്റേ, ഞാൻ പറഞ്ഞ എന്റെ സിനിമയില്ലേ ഹിറ്റ് അടിക്കാൻ പോണെന്നാണ്. എന്തായാലും ഹിറ്റ് കേട്ടാ എനിക്ക് പേടിയാ. ഹിറ്റ് കേട്ടാ അപ്പൊ എനിക്ക് പേടിയാവും. എന്ന് കേട്ടാൽ മാത്രമല്ല, ഇവന് സ്കിറ്റ് എന്ന് കേട്ടാലേ പേടിയാണ്. ഇങ്ങോട്ട് വാ. നിന്റെ പേരിൽ സിനിമ ഉണ്ടാടാ? എന്റെ പേരിൽ എന്തെങ്കിലും സിനിമ ഉണ്ടാ? ഇല്ല. ഇല്ലല്ല, പിന്നെ കൂടുതൽ നിങ്ങളിക്കില്ല കേട്ടോ. അല്ലല്ല, സിനിമ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള മനുഷ്യന്മാരുടെ എല്ലാ മൊബൈലിലെ രഹസ്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ഞാനാ. അതെങ്ങനെ? കേട്ടിട്ടില്ലേ? ഇല്ല. പാറ്റ് ആൻഡ് ലോക്ക്. പാറ്റില്ലേ? ഞാൻ കൂറയല്ലേ, പിന്നെ കൂറ അടിക്കുന്നത് കൂറ കോമഡിയല്ലേ? പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു സാധനം എനിക്കുണ്ട്. അതെന്തോ സാധനം? പാറ്റാ ഗുളിക. നിങ്ങളെ പേരിൽ ഗുളികയുണ്ടാ? എടാ, ഞാൻ ഇന്നലെ ഗ്യാസിന്റെ അടിയിലുള്ള നിന്റെ ഫ്ലാറ്റ് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. അത് നീ എന്തിനാ എന്നെ കാണാൻ വന്നത് അവിടെ? അല്ല, നിന്റെ ഒരു അപ്പം വയ്യാണ്ട് കിടക്കുമല്ലേ, ചത്താന്നറിയാൻ വന്നതാ. ഉറുമ്പരിച്ചിട്ട് കൊതിയാവണം. എടാ, അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഗ്യാസും കുറ്റിന്റെ അടിയിൽ എന്റെ ഫ്ലാറ്റില് ഒരു ആൺപല്ലിയും ഒരു പെൺപല്ലിയും വന്ന്. എന്നിട്ട് ഞങ്ങള് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന പാറ്റകളല്ലേ. ആൺപല്ലിയും പെൺപല്ലിയും എപ്പോ നോക്കിയാലും ചിലക്ക് കാണാ കിസ് അടിക്കാന്ന് ആർക്കറിയാം. കുഞ്ഞി പാറ്റ മക്കളൊക്കെ അത് നോക്കി നിൽക്കുക. അതുകൊണ്ട് ഞാൻ ആ ഫ്ലാറ്റ് മാറി ഇപ്പൊ വാഷ് ബേസിന്റെ അടിയിലെ ഫ്ലാറ്റിലാണ് നിങ്ങളുടെ കുടുംബത്തില് കല്യാണം ഉണ്ടോ? ഉറുമ്പേ താണ്ട കൊറേ ഉറുമ്പുകൾ മുഖത്ത് പൗഡർ ഇട്ടോണ്ട് പോണു. അയ്യോ, അത് പൗഡർ ഇട്ടോണ്ട് പോണതല്ല. ഇവിടത്തെ അമ്മച്ചി ഉറുമ്പ് പൊടി ഇട്ടതാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തു. ഇവനും കൊണ്ട് ഓർണതാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. ഇപ്പോൾ ചെന്നാ താണ്ട ആ സാധനത്തിൽ നിന്ന് ഒരു പീസെങ്കിലും കിട്ടും. താമസിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം തരും. ഞാൻ പോവുകയാണ്. ഇപ്പൊ അത് തൊടാൻ പറ്റൂല. തൊടാൻ പറ്റാത്ത ഇന്ന് അത് വെറും കേക്ക് അല്ല, ഇന്ന് അത് ക്രിസ്മസ് കേക്കാണ്. അതുകൊണ്ട് അതിന് ഒരു തുണ്ട് പോലും തൊടാൻ ഞാൻ സമ്മതിക്കൂല. എനക്കെന്ത് പെട്ടെന്നൊരു മനംമാറ്റം വന്ന്. അവരത് ആദ്യം അത് വെട്ടി കഴിക്കട്ടെ. അതിന്റെ ബാലൻസ് വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാം. ഓ നന്മമരമേ, ഈ മനുഷ്യന്മാരില്ലേ നമ്മളെ ഒരു വിരൽ വെച്ച് അരച്ചാണ് കൊല്ലണത്. അതുകൊണ്ട് അവരോട് എനിക്ക് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ പോവും, കഴിക്കും, വരണവർക്ക് വരാം. അതൊക്കെ പോയി പിന്നെ തിന്നാന്ന് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഓടാൻ പറ്റില്ല. എനിക്ക് മലന്ന് വീണ് കഴിഞ്ഞാ ഒറ്റക്ക് നേരെ വെക്കാൻ പറ്റൂലെന്ന് അറിഞ്ഞൂടെ? ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ആന്റമ്മേ, ഈച്ചപ്പ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഇവ എവിടെ കിടന്ന് ചാവും. പെട്ടെന്ന് പെട്ടെന്ന് പിടിക്ക് 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 പിടി 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 പിടി
ആഹാ രക്ഷിച്ച പേടിച്ചെന്ന് ഭരതനാട്യം കളിക്കണം. ഓ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അല്ല ഇപ്പൊ പറയാൻ കാരണം അല്ല ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു വചനം ഇരിക്കട്ടെ എന്നൊരു ഇപ്പൊ രക്ഷപ്പെട്ട സ്ഥിതിക്ക് അപ്പൊ നമുക്ക് നാളെ കാണാം അല്ലേ? അയ്യോ നാളെ കാണാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇവിടെ ഉറുമ്പുപടിയും ഹിറ്റൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ചിലപ്പോ മരിച്ചു പോയാലാ. അതുകൊണ്ടേ നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് അങ്ങ് പറഞ്ഞാലാ? പറയാം പറയാം. എന്നാ പറയാം. ഹാപ്പി